ഇതിപ്പോൾ റീസെൻ്റ്ലി റീസ്റ്റോർ ചെയ്തിട്ട് കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ്. റീസെൻ്റ്ലി റീസ്റ്റോർ ചെയ്ത് പറഞ്ഞാൽ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ റീസ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഇടുന്നല്ലോ കേട്ടോ, ഇവർ ചെയ്തെന്ന് പറഞ്ഞാണ്. പെയിൻറ്റ് ഉണ്ടല്ലേ, ഇതുണ്ടോ, ഇത് കറക്റ്റായിട്ട് എടുക്കുന്ന വർക്കുകളൊക്കെ കറക്റ്റായിട്ടുണ്ട്. അതായത് ഈ ലൈനിങ് വരെ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ റെഡി ആയിട്ടില്ല. അതായത് പ്രൈമിങ് ഒന്നും റെഡി ആയിട്ടില്ല. അതുകൊണ്ടൊക്കെ പൊളിഞ്ഞു പോരുകയാണ്. നോക്കുക, കാരണം ഇത്രക്കും നമ്മൾ റോയൽ എൻഫീൽഡ് ഇതല്ലേ, റോയൽ എൻഫീൽഡ് ഇതുണ്ടല്ലേ, യാതൊരു ഗ്രിപ്പും ഇല്ല. അതായത് ഇതിൻ്റെ മുകളിൽ യാതൊരു ഗ്രിപ്പും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ പെയിൻറ്റ് കിടക്കുന്നത്. അപ്പോൾ റോയൽ എൻഫീൽഡ് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ടാണ് റോയൽ എൻഫീൽഡ് പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ അത്രക്കും പ്രോപ്പറായിട്ടുണ്ട് പ്രിപ്പറേഷൻ. അതിൻ്റെ പ്രൈമിങ് കറക്റ്റ് ആയില്ല. ഇതിൻ്റെ പ്രൈമിങ് കറക്റ്റ് ആയിട്ടില്ല. ഇതിൻ്റെ പ്രോപ്പർ രീതിയിൽ പ്രൈമിങ് അല്ല, പ്രൈമറല്ല അവർ യൂസ് ചെയ്ത്. അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു വിഷയം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കുക. അപ്പോൾ ഇത്രയും പൈസ മുടക്കിയിട്ട് റോയൽ എൻഫീൽഡ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പെയിൻറ്റിങ് എന്നുള്ളത്. അത് കറക്റ്റായിട്ട് മെറ്റലാക്കിയതിന് ശേഷം പ്രോപ്പർ പ്രൈമിങ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ് ഈ വിഷയം സംഭവിക്കുന്നത്. പ്രത്യേകം എല്ലാം ശ്രദ്ധിക്കുക. റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പെയിൻറ്റിംഗ് ആണ്. അതിന് വേണ്ടി നമ്മൾ എത്രയും പൈസ മുടക്കുന്നത് അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക.